ഒരുപാട് കാലം മുമ്പ് നമ്മുടെ രാജ്യം ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരായിരുന്നു. അവർ നമ്മളെ ഒരുപാട് കഷ്ടപ്പെടുത്തുകയും ബുദ്ധിമുട്ടിക്കുകയും നമ്മുടെ നാട്ടിലെ വിഭവങ്ങളെല്ലാം തന്നെ അവർ കൊള്ളയടിക്കുകയും സ്വന്തമാക്കുകയും ചെയ്തു. നമുക്ക് സ്വന്തമായി അഭിപ്രായങ്ങൾ പറയാനോ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനോ യാതൊരുവിധ സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നില്ല. ഈ അവസ്ഥ നമ്മുടെ നേതാക്കന്മാർക്കും സാധാരണക്കാർക്കും താങ്ങാവുന്നതായിരുന്നില്ല. ഈ പ്രതിസന്ധി എല്ലാവരിലും വളരെ വലിയ ദുഃഖം തന്നെ ഉണ്ടാക്കി. അങ്ങനെയിരിക്കെ നമ്മുടെ രാജ്യത്തെ ചില ധീരന്മാരായ ആളുകൾ ഒരുമിച്ച് കൂടി. അവർക്ക് ഈ അടിമത്തം അവസാനിപ്പിക്കണമെന്ന ഉറച്ച തീരുമാനമുണ്ടായിരുന്നു. അതിൽ മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ ഒരുപാട് മഹാരഥന്മാർ ഈ പോരാട്ടത്തിന് ശക്തമായ നേതൃത്വം നൽകി. അവർ അഹിംസയുടെ മാർഗത്തിലൂടെയും ശക്തമായ പ്രതിഷേധങ്ങളിലൂടെയും ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായി പോരാടി. എത്രയോ വർഷങ്ങളുടെ കഷ്ടപ്പാടുകൾക്കും പോരാട്ടങ്ങൾക്കും ഒടുവിൽ 1947 ഓഗസ്റ്റ് 15 നമ്മുടെ രാജ്യം സ്വതന്ത്രമായി. അന്ന് ചെങ്കോട്ടയിൽ നമ്മുടെ ത്രിവർണ്ണ പതാക ഉയർന്നു പറന്നു. അത് കണ്ടപ്പോൾ എല്ലാ ഇന്ത്യക്കാരുടെയും കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. വർഷങ്ങളായി അനുഭവിച്ച ദുരിതങ്ങൾക്ക് ഒടുവിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചല്ലോ എന്നോർത്ത് എല്ലാവരും അഭിമാനം കൊണ്ടു. ഓഗസ്റ്റ് 15 നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ആ ധീര ദേശാഭിമാനികളുടെ പോരാട്ടത്തെക്കുറിച്ചാണ്. അവരുടെ ജീവത്യാഗത്തിന്റെ ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം. ഈ ദിവസം നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി പ്രതിജ്ഞയെടുക്കുന്നു. ഓരോ ഇന്ത്യക്കാരനും രാജ്യത്തെ സ്നേഹിക്കാനും രാജ്യത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാനും ഈ ദിവസം പ്രചോദനമാകണം. ഓരോ വർഷവും ഓഗസ്റ്റ് 15 വരുമ്പോൾ നമ്മൾ പതാക ഉയർത്തുന്നു, ദേശഭക്തി ഗാനങ്ങൾ ആലപിക്കുന്നു, സ്വാതന്ത്ര്യ സമര സേനാനികളെ ഓർക്കുന്നു. ഈ ദിവസം നമുക്കൊരു ഉത്സവം പോലെയാണ്. കാരണം ഒരുപാട് പോരാട്ടങ്ങൾക്കൊടുവിൽ നേടിയെടുത്ത നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ദിനമാണല്ലോ ഇത്. ഈ കഥയിലൂടെ ഓഗസ്റ്റ് 15 പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇത് നമ്മുടെ സ്വാതന്ത്ര്യ ദിനമാണ്. എല്ലാ ഇന്ത്യക്കാർക്കും ഇതൊരു പ്രധാനപ്പെട്ട ദിവസവുമാണ്. ജയ് ഹിന്ദ്.